ഇതവൻ്റെ കഥയാണ്. അവൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രദർ നിഖിൽ വാസുദേവിൻ്റെ കഥ. എല്ലാ കുട്ടികളും ജനിക്കുന്നത് കരഞ്ഞുകൊണ്ടല്ലേ? പക്ഷെ അവൻ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. റെയർ കേസ് എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിലും പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് അവന് സംസാരിക്കാനും കേൾക്കാനും സാധിക്കില്ല എന്ന്. പക്ഷേ ഈ ഡിഫക്ട്സൊക്കെ അവൻ മറികടന്നത് അവൻ്റെ തന്നെ ടാലൻസിലൂടെ ആയിരുന്നു. ഒരു ജീനിയസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതായിരുന്നു അവൻ. നിഖിൽ വാസുദേവ്, മൈ ബ്രദർ. ഇയാൾക്ക് ഈ കഥയായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ അയച്ച ഗിഫ്റ്റ് കറക്റ്റ് ദിവസം തന്നെ എൻ്റെ വീട്ടിലെത്തിച്ച് ഇയാൾക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം ഈ ദിവസം മെയ് 25 എൻ്റെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ദിവസമാണ്. എന്നിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കിയ ദിവസം. അവനെപ്പോലെ ഒരാൾക്ക് ഇങ്ങനൊരു സമ്മാനം നൽകിയത് എൻ്റെ ഒരു ക്രൂരമായ തമാശയായിട്ടായിരിക്കും അവന് തോന്നിയത്. എന്നോട് അവന് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നിക്കാണും. അതിലുപരി അവൻ ഒരുപാട് വേദനിച്ച് കാണും എൻ്റെ ആ വീഡിയോ കോൾ കാണുന്നിടം വരെ. അത് തന്നെ, പപ്പയ്ക്ക് അത് ചെറിയ കാര്യമായിരിക്കും. പക്ഷെ എനിക്കത് അങ്ങനെയല്ല. അല്ലാതെ അവനായിട്ട് കൊടുത്തൊരു ഗിഫ്റ്റ് ഒന്നും അല്ലല്ലോ. ഞാൻ അവനങ്ങ് കൊടുത്തുപോയില്ലേ? പപ്പ കൊടുക്കും, അല്ലെങ്കിൽ എന്റെ വാക്കിനോട് ഒരു വിലയില്ലല്ലോ. നീ എന്തുവായി പറയുന്നേ? ഞാൻ ഒന്നും പറയുന്നില്ലേ, പപ്പയായി പപ്പയുടെ മോനായി. മതി, ഇനി നീ ഒന്നും പറയണ്ട. ഇത് ഞാൻ വീട്ടിൽ ആദ്യമായിട്ടുണ്ടാക്കുന്ന വഴക്കൊന്നും അല്ല കേട്ടോ. പക്ഷെ നിഖിൽ അവൻ എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചു. പപ്പ അവന് നൽകിയ ഗിഫ്റ്റ് ഒന്ന് തുറന്നു പോലും നോക്കാതെ അവൻ എനിക്ക് നേരെ നീട്ടി. പാതി മനസ്സോടെയാണെങ്കിലും ഞാനത് വാങ്ങി. എന്നിട്ട് അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ തുറന്നു നോക്കുകയും ചെയ്തു.
മെയ് 27 അവൻ എനിക്ക് സമ്മാനിച്ചത് എൻ്റെ തന്നെ ചിത്രമായിരുന്നു. ആ ചിത്രം അവൻ വരച്ചതോ നിശബ്ദതയുടെ നിറക്കൂട്ടുകൾ ഉപയോഗിച്ചു. എന്നിട്ട് പോലും ഒരുപാട് കാര്യങ്ങൾ അതെന്നോട് സംസാരിച്ചു. അതങ്ങനെയാണല്ലോ, ഹൃദയത്തിൻ്റെ മൊഴികൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ വാക്കുകൾ ഇല്ലാതാവുകയല്ലേ.